السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد النبي الأمي وعلى آله وأصحابه أجمعين أما بعد. നമ്മുടെ ഈ സദസ്സിൻ്റെ ബഹുമാന്യ അധ്യക്ഷൻ ജനാബ് നുജുമുദ്ദീൻ ആലിമൂട്ടിൽ സാർ, നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ അൽ-ഉസ്താദ് തമീം താഹ ഹസനി, മൗലവി മുഹമ്മദ് ജയ്ദ് അൽ ഹസനി, ഏറ്റവും ബഹുമാന്യനായ അൽമിനാർ സൈനുദ്ദീൻ സാബ്, മുഹമ്മദ് റാഷിദ് സാബ്, നമ്മുടെ ഈ മഹല്ലിൻ്റെ ഇമാം മുഹമ്മദ് റാഷിദ്, അൽ-ഉസ്താദ് മുഹമ്മദ് റാഷിദ് മൗലവി, മറ്റ് പ്രധാന അതിഥികളെ, ബഹുമാന്യരായ രക്ഷകർത്താക്കളെ, പ്രിയങ്കരായ വിദ്യാർത്ഥികളെ, നമ്മുടെ ഈ കായംകുളത്ത് വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തെ പ്രായോഗികവൽക്കരിച്ചുകൊണ്ട് ഒരു പുതിയ പാതയിലൂടെ വിദ്യാഭ്യാസ രംഗത്ത് സ്ഥാനമുറപ്പിച്ച ഒരു പതിറ്റാണ്ടിലേറെയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അൽ ഫിത്ര ഇസ്ലാമിക് അക്കാഡമി, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അഭിമാന സന്തോഷ മുഹൂർത്തത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ അവരുടെ പഠനത്തിൻ്റെ ആദ്യത്തെ ഒരു ഘട്ടം പൂർത്തിയാക്കുന്ന ഒരു സന്ദർഭമാണിത്. നമ്മുടെ KG വിദ്യാർത്ഥികൾ അവരുടെ പഠനം പൂർത്തിയാക്കി അവരുടെ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യപ്പെടുന്ന ഈ സദസ്സിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് നാം അതിനെ ആഘോഷിക്കുന്നത്. തീർച്ചയായും ആഘോഷിക്കപ്പെടേണ്ട ഒരു സംഗതി തന്നെയാണത്. പലപ്പോഴും ഒരു വിദ്യാഭ്യാസ പ്രവർത്തനത്തിൻ്റെ, ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ യാത്രയിലെ പൂർത്തീകരണത്തിൻ്റെ ഘട്ടത്തിൽ, ഏറ്റവും അവസാനം എത്തുന്നൊരു ഘട്ടത്തിൽ നമ്മളതിനെ ആഘോഷിക്കാറുണ്ട്. പക്ഷെ ഇന്ന് ആ ആഘോഷത്തിൻ്റെയൊക്കെ അർത്ഥങ്ങൾ വേറെയാണ്. ആഘോഷിക്കുന്ന ഒരു രീതി തന്നെ വേറെയായി പോയിരിക്കുകയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ ഒരുമിച്ച് കൂടി നമ്മുടെ ഈ മക്കളെ നമ്മൾ അഭിനന്ദിക്കുകയാണ്. അവരെ നമ്മൾ മുൻപോട്ട് അവരുടെ യാത്ര തുടരാൻ വേണ്ടി, വിദ്യാഭ്യാസ യാത്ര തുടരാൻ വേണ്ടിയുള്ള പ്രോത്സാഹനം നൽകാൻ വേണ്ടി ആഘോഷപൂർവ്വം നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ തീർച്ചയായും ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ് എന്നുള്ളതാണ് ആദ്യമായിട്ട് നമുക്ക് അടിവരയിട്ട് ഇവിടെ പറയാനുള്ളത്. എന്തുകൊണ്ട്? ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ ഘട്ടങ്ങളിൽ, അവൻ്റെ ജീവിതത്തിലെ വിദ്യാഭ്യാസം നേടുന്നവൻ്റെ പ്രായത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഘട്ടം തുടക്ക കാലഘട്ടമാണ്. നമ്മൾ പലപ്പോഴും കുട്ടികളുടെ, നമ്മളെല്ലാവരും മാതാപിതാക്കളാണ്, രക്ഷകർത്താക്കളാണ്, കുട്ടികളെ പരിപാലിക്കുന്നവരാണ്. നമ്മളൊക്കെയും കുട്ടികൾ കുറച്ച് മുതിർന്നതിന് ശേഷമാണ് അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് കാര്യമായിട്ട് ആലോചിക്കുന്നത്. അവരുടെ പല കാര്യങ്ങളെക്കുറിച്ചും ഗൗരവത്തിൽ ആലോചിക്കുന്നത്, അവരുടെ സ്വഭാവത്തെക്കുറിച്ച്, അവരുടെ പ്രവർത്തന രീതികളെക്കുറിച്ച്, അവരുടെ പെരുമാറ്റ ആ ശൈലികളെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുന്നത് പലപ്പോഴും അവർ മുതിർന്നൊരു അവസ്ഥയിലേക്ക് എത്തിയതിനു ശേഷമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു കുട്ടിയെ ശ്രദ്ധിച്ച് തുടങ്ങേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം ആ കുട്ടിയുടെ ചെറുപ്രായമാണ്. എന്തുകൊണ്ട്? നമുക്കറിയാം, പക്ഷെ നമ്മൾ പലപ്പോഴും വിസ്മരിക്കുകയാണ്. സാധാരണ നമ്മളൊക്കെ മലയാളത്തിൽ മുമ്പൊക്കെ നമ്മൾ ചൊല്ലിയിരുന്നു, ചൊട്ടയിലെ ശീലം ചുടല വരെ, അല്ലേ? ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ അവൻ ഒരു കുഞ്ഞ് ശീലിക്കുന്ന ശീലം അവൻ മരിക്കുന്നത് വരെ കൂട്ടത്തിലുണ്ടാകുമെന്നാണ്.
ഒരു വലിയൊരു വൃക്ഷം വളരുമ്പോൾ ആ വൃക്ഷം വളർന്നു വരുന്ന ഘട്ടത്തിൽ ആ വൃക്ഷത്തിന്റെ തടിയിൽ ഒരു സുഷിരമുണ്ടായി. ആ വൃക്ഷം വളരുമ്പോഴും ഒക്കെ ആ സുഷിരം കൂട്ടത്തിലുണ്ടാവും. ഒരു സുഷിരം വീണു, പിന്നെ അത് അടക്കാൻ സാധിക്കൂല. പറ്റുമോ? പിന്നെ അത് അടക്കാൻ പ്രയാസമാണ്. അത് വലുതാകും തോറും ആ ഒരു സുഷിരം ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ്? അത് ചെറുപ്രായത്തിലെ വീണൊരു സുഷിരമാണ്. ഇതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചെറുപ്രായത്തിൽ ആ കുഞ്ഞിന്റെ വിശ്വാസത്തിനുണ്ടാകുന്ന വൈകല്യങ്ങൾ, പെരുമാറ്റത്തിനുണ്ടാകുന്ന വൈകല്യങ്ങൾ, ചിന്തകയിലുണ്ടാകുന്ന വൈകല്യങ്ങൾ, ഒരു മനുഷ്യന്റെ വ്യക്തിത്വം രൂപീകരിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയം 12-13 വയസ്സ് വരെയാണെന്നാണ് പറയപ്പെടുന്നത്. ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നങ്ങൾ പോലും ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ പ്രതിഫലിക്കുമെന്ന് മനഃശാസ്ത്രജ്ഞന്മാരെ നമ്മൾ ഉത്ബോധിപ്പിക്കുമ്പോൾ ആ ചെറിയ പ്രായം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തർബിയത്തിന്റെ വിഷയത്തിൽ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പ്രായം, ആ പ്രായത്തിൽ കുട്ടികളെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണം. അവരെ നമ്മൾ പ്രചോദിപ്പിക്കണം. അവരുടെ മുന്നോട്ടുള്ള യാത്ര വിദ്യാഭ്യാസത്തിന്റെ യാത്രയാണിത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒന്നാണ്. ഇസ്ലാമിക ദൃഷ്ട്യാ നമ്മളിൽ ഏറ്റവും ആദ്യമായിട്ട് ഒരു കുഞ്ഞിന് നമ്മൾ നൽകേണ്ട, നമ്മൾ സ്വയം നേടിയെടുക്കേണ്ട ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ബാധ്യതയാണ്, നിർബന്ധമായ ബാധ്യതയാണ് ഇൽമ് എന്നുള്ളത്. പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് അവതരിച്ചപ്പോൾ ഖുർആൻ നമുക്കറിയാം, അത് വിശ്വാസത്തെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്, ജീവിതത്തെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. വിശ്വാസം എന്താണെന്ന് അറിയാതിരുന്ന ഒരു സമൂഹത്തിൽ അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ അവതരിച്ചപ്പോൾ അവിടെ ആദ്യം പറഞ്ഞ വാക്ക് ഇഖ്റ എന്നാണ്, പഠിക്കുക എന്നാണ്, വായിക്കുക എന്നാണ്. ഇതിനർത്ഥം വിശ്വാസവും മറ്റുമൊക്കെ ഒഴിവാക്കി വെച്ചിട്ട് വായനയിലേക്ക് തിരിയണമെന്നല്ല. ഇന്ന് പലപ്പോഴും അങ്ങനെയും വിശദീകരിക്കപ്പെടാറുണ്ട്. ആ വിശ്വാസവും സൽ സ്വഭാവവും ഒക്കെ മനുഷ്യനിൽ രൂപപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് അത് വായനയുടെയും പഠനത്തിന്റെയും വഴിയാണ് എന്ന് ഉത്ബോധിപ്പിച്ചുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് നമ്മുടെ മുമ്പിൽ അവതരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഖുർആനിന്റെ വാഹകർ ആയ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുൻഗാമികളെല്ലാവരും ആ വിജ്ഞാനത്തിന്റെ പാതയിലൂടെ ലോകത്ത് അഭിമാനത്തിന്റെ ഗോപുരം പണിതുയർത്തിയവരാണ്. നമുക്കും അഭിമാനിക്കാൻ പാകത്തിന്. പക്ഷേ അവരുടെ വിദ്യാഭ്യാസത്തിന് ഒരു വ്യത്യാസമുണ്ടായിരുന്നു. ആ വ്യത്യാസം എന്താണ്? നേരത്തെ നമ്മളോട് ഇവിടെ ബഹുമാനപ്പെട്ട തമീം ഉസ്താദ് സൂചിപ്പിച്ചു. എത്തിക്സ് ഉള്ള, മൂല്യബോധമുള്ള, മൂല്യത്തോട് പ്രതിബദ്ധതയുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കലാണ് നമ്മുടെ ലക്ഷ്യമെന്ന്. ഇസ്ലാമിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ മേന്മ എന്ന് പറയുന്നത് ആ എത്തിക്സിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ആ ഒരു തസ്കിയത്തോടുകൂടി മനുഷ്യരെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരാക്കി മാറ്റുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഡിഗ്രികൾ നേടുന്നത് മാത്രമല്ല വിദ്യാഭ്യാസം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു കാഴ്ചപ്പാടിലാണ് നമ്മുടെ ഈ സ്കൂളുള്ളത്. ഡിഗ്രികൾ ആവശ്യമാണ്, പക്ഷേ ആ ഡിഗ്രികൾ മനുഷ്യനെ മനുഷ്യനാക്കുന്നില്ല. മനുഷ്യനാക്കുന്നത് ശരിയായ വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. ലോകത്തെക്കുറിച്ച് അറിയണം. നല്ല ശാസ്ത്രജ്ഞന്മാരും നല്ല ഡോക്ടർമാരും നല്ല എഞ്ചിനീയർമാരും ഉണ്ടാകണം. ലോകത്തെക്കുറിച്ച് അറിയുന്നവരുണ്ടാകണം. പക്ഷെ അവർ മൂല്യബോധമുള്ളവരായിരിക്കണം. ആ മൂല്യബോധത്തിന്റെ അടിസ്ഥാനം പടച്ചവനോടുള്ള ഭയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ അതുപോലെ പിൻപറ്റലാണ്, ആ സ്വഭാവത്തെയും ആ ജീവിത രീതികളെയും പിൻപറ്റലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തെ നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഫിത്ര ഇസ്ലാമിക് അക്കാഡമിയിൽ പങ്കാകാൻ കഴിഞ്ഞതിൽ നമ്മൾ ഓരോരുത്തരും അഭിമാനിക്കേണ്ടതാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ. കാരണം ഒരു മെഴുകുതിരിയും, ഒരു കൂരിരുട്ടിൽ ഒരു മെഴുകുതിരിക്കും വലിയ ധർമ്മം നിർവഹിക്കാനുണ്ട്. അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഫാക്കൽറ്റികൾ, അതുപോലെ നമ്മുടെ ചേരാവള്ളി മുസ്ലിം ജമാഅത്ത് വലിയൊരു അഭിമാനകരമായ ഒരു സംരംഭമാണ് അവർ നടത്തിക്കൊണ്ടുപോകുന്നത്. പഴയ കാലഘട്ടത്തിൽ നമ്മുടെ മസ്ജിദിന് ചുറ്റുമായിരുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നത്. അത്തരത്തിൽ അതിനെ ഓർമ്മിപ്പിക്കുമാറ് ഈ നിലയ്ക്ക് നമുക്കൊരു നല്ലൊരു സ്ഥാപനത്തെ നമുക്ക് നൽകിയ, ഈ നാടിന് നൽകിയ
ഈ മസ്ജിദിന്റെ ഭാരവാഹികൾ, അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ, ഇതിന്റെ ഫാക്കൽറ്റി എല്ലാവരെയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്ഥാപനത്തിന് അതിന്റെ യഥാർത്ഥ ലക്ഷ്യത്തെ പൂർത്തീകരിക്കാൻ, അതിലേക്ക് വളരെ വേഗത്തിൽ മുന്നേറാൻ, അങ്ങനെ ലോകത്തിന് മാതൃകയാകുന്ന നല്ല നേതാക്കന്മാരെ സമ്മാനിക്കാൻ ഈ സ്ഥാപനത്തിന് കഴിയുമാറാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ പരിശുദ്ധമായ സദസ്സ് മൂല്യബോധത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മുന്നോട്ട് നീങ്ങണമെന്നുള്ള ആ ഒരു കാര്യത്തെ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് പരിശുദ്ധമായ പടച്ചവന്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായിട്ട് നിങ്ങളെ അറിയിക്കുകയാണ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.